ഒറ്റക്കെട്ടായിട്ട് പോരാടുക തന്നെ ചെയ്യും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലക്ഷ്യം വളരെ വിപുലമാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള യാത്ര മുന്നോട്ട്. എനിക്കതുകൊണ്ട് ബഹുമാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ക്രീമായ ലീഡേഴ്സ് ഇരിക്കുന്നുണ്ട്. ആ ക്രീമായ ലീഡേഴ്സിൻ്റെ മുന്നിൽ പറയാറുള്ളത്, ഈ വരുന്ന 4 മാസക്കാലം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, വാർത്തകളുടെ കാലഘട്ടം, കമ്മ്യൂണിക്കേഷൻ വിസ്ഫോടനങ്ങളുടെ കാലഘട്ടം. മാധ്യമങ്ങൾ വരും, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ജോലിയാണത്. അവർക്ക് വാർത്തകൾ വേണം. അപ്പോൾ ആ വാർത്തകൾക്ക് വേണ്ടി അവർ വരുമ്പോൾ കൊടുക്കുന്ന വാർത്തകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 പാർട്ടികളുടെയും പരീക്ഷണശാലകളിൽ ഉരുത്തിരിയുന്ന, അവർക്ക് ജയിക്കാൻ വേണ്ടി, നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഏതോ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ പോകുന്നതായിരിക്കരുത്. 2, നമ്മുടെ ബൂത്തിലെ സാധാരണ പ്രവർത്തകൻ തല്ലും കുത്തും അടിയും കിട്ടിയിട്ട് നമ്മൾ ജയിപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന പ്രവർത്തകൻ ചായക്കടയിലിരിക്കുമ്പോൾ അവൻ നിരാശപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നതായിരിക്കരുത്. നമ്മൾ ഇവിടെ നിന്ന് ഒറ്റക്കെട്ടായിട്ട് ആ പ്രതിജ്ഞയുമായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ഓരോ നിയോജക മണ്ഡലത്തിലും ആർക്കാണോ ജയത്തിന് സാധ്യതയുള്ളത് അത് നോക്കിക്കൊണ്ടുള്ള പാടുന്നത്. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരുപാട് ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്, നല്ല ചെറുപ്പക്കാർക്ക്. അവർക്ക് കോവിഡായിരുന്നു, സമയം കിട്ടിയില്ല, മറ്റ് അവസരങ്ങളുണ്ടായതുകൊണ്ട്. ഈ പ്രാവശ്യവും അത് സംശയമൊന്നുമില്ല. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം. ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് എന്തായിരുന്നു? നമ്മൾ തോൽക്കുമെന്ന് ഉറപ്പിച്ച് സീറ്റ് കൊടുത്താൽ ഒരുപാട് ചെറുപ്പക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. യുവത്വത്തെ, ജൻസി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ തലമുറയുടെ യഥാർത്ഥ റിഫ്ലക്ഷൻ കണ്ട ഒരു ഇലക്ഷൻ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് പാർട്ടി ഉൾക്കൊള്ളും, എല്ലാ കാലത്തും ഉൾക്കൊള്ളും. നമ്മൾ ഏത് പാർട്ടിയേക്കാളും അത് ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് ചെറുപ്പക്കാർ, വനിതകൾ എല്ലാവരും നമ്മളുണ്ടാവും, ബ്ലെൻഡായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതല്ല. ആ തീരുമാനം വരുന്നത് വരെ നമ്മളാരും ഇന്നയാൾ സ്ഥാനാർത്ഥികളാകും അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാകും എന്നുള്ള സ്വയം പ്രഖ്യാപനം നടത്തണ്ട എന്നുള്ളതാണ് എനിക്ക് വിനയപൂർവ്വം നമുക്കെല്ലാവരോടും പറയാനായിട്ടുള്ളത്. നമ്മൾ പാർട്ടിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള സാഹചര്യങ്ങളെ കാത്തിരിക്കുക, അതിനുവേണ്ടി നിൽക്കുക. എന്ത് ചർച്ചകളും നേതൃത്വമായിട്ട് നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്, നേതാക്കന്മാരോട് ആവശ്യപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട്. അവിടെ എല്ലാം നിങ്ങൾ ഉപയോഗിക്കുക. പക്ഷെ പരസ്യമായിട്ടുള്ള ഒരു വേദിയിലേക്ക് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളെ കൊണ്ടുപോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്.